ഹലോ ഫ്രണ്ട്സ്, പൈത്തണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്കൊരു പൈത്തൺ പ്രോഗ്രാമിൻ്റെ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് എങ്ങനെ ഫാസ്റ്റ് ആക്കാം, റെസ്പോൺസീവ് ആക്കാം എന്നുള്ളതാണ്. അതിന് നമ്മൾക്ക് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ക്യാഷ് ചെയ്യുക. അതായത് റിപ്പീറ്റീവ് ആയിട്ട് വരുന്ന കണ്ടന്റുകൾ, ചേഞ്ച് ഇല്ലാതെ വരുന്ന കണ്ടന്റുകളെ നമുക്ക് ക്യാഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമുക്ക് ആപ്ലിക്കേഷനെ സ്പീഡാക്കാൻ പറ്റും. ഇപ്പോൾ ഞാനൊരു ഫംഗ്ഷനെ ഇവിടെ ക്യാഷ് ചെയ്യുന്ന ഒരു രീതിയാണ് ഇവിടെ കാണിക്കാൻ പോകുന്ന ഒരു പ്രോഗ്രാം രീതി. എന്നിട്ട് നമ്മൾ ആദ്യം ഒരു പ്രോഗ്രാം, സാധാരണ ഒരു ഫംഗ്ഷൻ ഇവിടെ ഡിഫൈൻ ചെയ്യുന്നു. ആഡ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഞാനിവിടെ രണ്ട് നമ്പറിനെ ആഡ് ചെയ്യുന്നു, n1 n2. ജസ്റ്റ് റിട്ടേൺ n1 പ്ലസ് n2. പക്ഷെ ഇവിടെ ഇത് കൂടാതെ ഞാൻ ഒരു ലൈനും കൂടെ ആഡ് ചെയ്യുന്നു. റിപ്പീറ്റീവ് ആയിട്ട് ഈ ലൈൻ ആയിരിക്കും ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ആഡിങ് ടു നമ്പേഴ്സ്, ഈ ഒരു ലൈൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. പക്ഷെ ബാക്കിയുള്ള പാരാമീറ്റർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇനി ഞാൻ ഇതിനെ ഒന്ന് കോൾ ചെയ്യാം. പ്രിന്റ് ആഡ് 10 20. ഇത് തന്നെ ഞാൻ ഒരു 3 പ്രാവശ്യം കോപ്പി ചെയ്യുന്നു. 1 2 3. ഇനി ഇതൊന്ന് സേവ് ചെയ്തിട്ടൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പം നമുക്ക് കാണാം ഓരോ പ്രാവശ്യവും ഇവിടെ ആഡിങ് 2 നമ്പേഴ്സ് 30, ആഡിങ് 2 നമ്പേഴ്സ് 30 അങ്ങനെ വന്നു. ഇത് ഈ ആഡിങ് എന്നുള്ളത് മാത്രം. ഇവിടെ ഞാനിപ്പോൾ നമ്പർ മാറ്റുവാണെങ്കിൽ ഇവിടെ ഞാനിവിടെ നമ്പർ മാറ്റാം. ഇവിടെ 20ക്ക് വരം 40 ആക്കി. ഇപ്പം രണ്ടാമത്തതിനകത്ത് വേരിയബിൾ മാറി, പക്ഷെ ആഡിങ് 2 നമ്പേഴ്സ് മാറുന്നില്ല. ഇത് ഇവിടെ തന്നെ നിൽക്കുകയാണ്. നമുക്ക് അപ്പോൾ ഇനി ഒരു കാര്യം ചെയ്യുന്നത് വെച്ചാൽ പൈത്തണിനകത്തുള്ള ബിൽറ്റ് ഇൻ ക്യാഷ് എന്നുള്ള ഒരു ഇതുണ്ട്, സ്ട്രാറ്റജി ഉണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് അപ്ലൈ ചെയ്യാം. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ LRU ക്യാഷ് എന്ന് പറയും. LRU എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് റീസെൻ്റ്ലി യൂസ്ഡ്, അതാണ് LRU. അപ്പോൾ അത് നമുക്ക് ഫങ്ഷൻ ടൂൾ എന്ന് പറഞ്ഞ മോഡ്യൂളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യാം. അപ്പം അതിനായിട്ട് നമുക്ക് ഫ്രം എന്ന് പറയണം. ഫ്രം ഫങ്ഷൻ ടൂൾസ് ഇമ്പോർട്ട് പറയുക. ഇമ്പോർട്ട് LRU ക്യാഷ് എന്ന് പറയാം. സൈസ് നമ്മൾക്കിപ്പോൾ സ്പെസിഫൈ ചെയ്യേണ്ട. അതിനുശേഷം നമ്മൾ ഈ ഫംഗ്ഷന് തൊട്ട് മുമ്പിൽ നമ്മളൊരു ഡെക്കറേറ്റർ ആഡ് ചെയ്യുക. അതിൻ്റെ LRU ക്യാഷ് എന്ന് പറയുക. ഇനി നമുക്ക് ഈ പ്രോഗ്രാം മറ്റു വേറെ ചേഞ്ചസ് ഒന്നുമില്ല, സേവ് ചെയ്യുക. എന്നിട്ടൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പം നമുക്ക് കാണാം ഈ പ്രോഗ്രാമിൽ ആദ്യം ആഡിങ് 2 നമ്പേഴ്സ് വന്നു, അതിനുശേഷം 30 വന്നു. പിന്നെ ആഡിങ് 2 നമ്പേഴ്സ് എന്നുള്ള ഒരു പ്രാവശ്യം വന്നു, 2 പ്രാവശ്യം. ആ 30ക്ക് ഓൾറെഡി ഒരു പ്രാവശ്യം ആഡിങ് 2 നമ്പേഴ്സ് വന്നുകൊണ്ട് അത് ക്യാഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അടുത്തത് വാല്യൂ ചേഞ്ച് ആയതുകൊണ്ട് 50 എന്നുള്ളതായതുകൊണ്ട് ആഡിങ് 2 നമ്പേഴ്സ് എന്ന് വന്നിട്ട് 50ക്കും 30ക്കും താഴെ പ്രത്യേകമായിട്ട് വന്നില്ല. അപ്പം ഇതാണ് ബേസിക് ആയിട്ടുള്ളൊരു ക്യാഷിംഗ് എന്ന് പറയുന്നത്. പൈത്തണിൻ്റെ ബിൽറ്റ് ഇൻ ആയിട്ടുള്ള കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്യാഷിംഗ് ടെക്നിക്കുകൾ വരുന്ന വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.